കുറൂരമ്മ. കുറൂരമ്മ എന്ന പേരിൽ പ്രശസ്തയായ ഗൗരി അന്തർജനം. പാലക്കാട്ടെ പുറയന്നൂർ മനയിലെ കുട്ടിയായിരുന്നു ഗൗരി. ചെറുപ്പത്തിലെ തന്നെ കുഞ്ഞു ഗൗരി ഒരു ഭക്തയായിരുന്നു. കുഞ്ഞു ഗൗരിക്ക് അച്ഛൻ തന്നെയായിരുന്നു ഒരിക്കൽ ഒരു ബാലഗോപാല പ്രതിമ വാങ്ങി നൽകിയത്. ഊണിലും ഉറക്കത്തിലും ബാലഗോപാലനായിരുന്നു ഗൗരിയുടെ മനസ്സിൽ. പൂജാമുറിയിൽ നിലവിളക്ക് കൊളുത്തുക, ഭഗവാന് പാൽപ്പായസം നേദിക്കുക, ഇതൊക്കെ കുഞ്ഞു ഗൗരിക്ക് വളരെ പ്രിയമായിരുന്നു. കുറൂരില്ലത്തേക്ക് വേളി കഴിച്ചു വരുമ്പോൾ ഗൗരിക്ക് വയസ്സ് 15. വേളി കഴിഞ്ഞു പോരുമ്പോഴും ഗൗരി ഉണ്ണിക്കണ്ണനെ മാറോടടുക്കി പിടിച്ചിരുന്നു. കുറൂരില്ലത്തും ഗൗരി തൻ്റെ ബാലഗോപാലനെ പൂജ ചെയ്തു പോന്നു. ഭഗവത് ചിന്തകളില്ലാതെ ഗൗരിക്ക് ഒരു നിമിഷം പോലുമില്ല. ഇതിൻ്റെ കൂടെ തന്നെ ഭർത്താവിനെയും അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളെയും ഗൗരി പരിപാലിച്ചു പോന്നു. ഗൗരിയുടെ ഭർത്താവ് ഒരു ദേശാടനപ്രിയനായിരുന്നു. ഗൗരിക്ക് അതിലും വിരോധമൊന്നുമില്ലായിരുന്നു. ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും ഭഗവാന്റെ ലീലയാണെന്ന് വിശ്വസിച്ചാണ് ഗൗരി കഴിഞ്ഞിരുന്നത്. ഭർത്താവിൻ്റെ ദേശാടനവും ഭർത്താവിൻ്റെ കുടുംബാംഗങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളുമെല്ലാം ഗൗരിക്ക് ഭഗവാനോട് കൂടുതൽ അടുക്കാനുള്ള അവസരമായി മാറി. കുറൂരമ്മയുടെ ഭക്തി ഇല്ലത്ത് ചില മുറുമുറുപ്പുകൾ ഉണ്ടാക്കി തുടങ്ങി. ഇതിനിടയിൽ കുറൂരമ്മ വിധവയുമായി. ഇതിനൊന്നും കുറൂരമ്മയെ ഭഗവാനിൽ നിന്നും അകറ്റാൻ സാധിച്ചില്ല. ദുഃഖങ്ങളെല്ലാം പൂർവ്വജന്മാർജിതമായ പാപത്തിൽ നിന്നും ഉടലെടുക്കുന്നതാണെന്ന് ഗൗരിക്ക് മനസ്സിലായി. ഈശ്വര സേവയും നാമജപവുമാണ് ഏത് സങ്കടത്തെയും അതിജീവിക്കുവാനുള്ള കരുത്ത് തരുന്നതെന്ന് ഗൗരിക്ക് തീർച്ചയായിരുന്നു. വൈധവ്യ ദുഃഖത്തിലും ഗൗരിക്ക് വന്ന ആത്മീയ ചൈതന്യം തിരിച്ചറിഞ്ഞ പലരും ഗൗരിയെ കുറൂരമ്മയായി ആരാധിക്കുവാൻ തുടങ്ങി. അപ്പോഴും ആ ഇല്ലത്തുള്ളവർക്ക് പലർക്കും കുറൂരമ്മയ്ക്ക് ചിത്തഭ്രമം ആണോന്ന് പോലും തോന്നാൻ തുടങ്ങിയിരുന്നു. കാരണം ഏതു നേരവും ഭഗവാനോട് ചിരിയും സംസാരവും നാമജപവും ഒക്കെ ആയിരുന്നു. ഒരിക്കൽ കുറൂരില്ലത്തേക്ക് കുറൂരമ്മയെ എന്ന് വിളിച്ച് ഒരു ഉണ്ണി വന്നു. ആ ഉണ്ണി ഏതാന്ന് ചോദിച്ചാൽ അമ്മ വിളിച്ചിട്ടല്ലേ ഞാൻ വന്നത് എന്നാണ് ഉത്തരം. അങ്ങനെ ഭഗവാൻ ഇടം വലം അമ്മയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു, കുറൂരമ്മയുടെ അവസാന നിമിഷം വരെയും. ഭഗവാന്റെ സാന്നിധ്യം കുറൂരമ്മയുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു എന്ന് പല പല അനുഭവങ്ങളിൽ നിന്നും അത് ചുറ്റുമുള്ളവർക്ക് മനസ്സിലാകാനും തുടങ്ങി. കുറൂരമ്മയുടെ മുഖമൊന്ന് വാടിയാൽ കണ്ണൻ ചോദിക്കുകയായി, എൻ്റെ കുറൂരമ്മയ്ക്ക് ഞാനുണ്ട് കേട്ടോ. ആർക്ക് എന്ത് പ്രശ്നത്തിനും എപ്പോൾ വേണമെങ്കിലും കുറൂരമ്മയെ സമീപിക്കാമെന്നായി. ഇതിനെല്ലാം ഭഗവാൻ ഉടൻ പരിഹാരവും ചെയ്തു പോന്നു. കുറൂരമ്മയുടെ ഇല്ലത്ത് പൂജയ്ക്ക് ചെല്ലാം എന്ന വാക്ക് തെറ്റിച്ച വില്വമംഗലം സ്വാമിയാരോട് ഭഗവാൻ പരിഭവിച്ചതും കുറൂരമ്മയുടെ ഒരു വാക്കിൻ്റെ പുറത്ത് നമ്പൂതിരിയുടെ വയറുവേദന മാറിയതും ഭഗവാൻ മാറ്റിക്കൊടുത്തതും സാക്ഷാൽ പൊന്നു ഗുരുവായൂരപ്പനെ കലത്തിലിട്ടടച്ചതും ഒക്കെ കുറൂരമ്മയുടെ ഭക്തിയുടെ ശക്തി ഒന്നുകൊണ്ട് മാത്രമായിരുന്നു. ഭക്തിയാകുന്ന പാശം കൊണ്ട് ബന്ധനസ്ഥനാണ് ഭഗവാൻ. കുറൂരമ്മയുടെ അന്ത്യനിമിഷത്തിൽ ഭഗവാൻ തൻ്റെ തിരുനാവ് കൊണ്ട് ആ പ്രിയപ്പെട്ട അമ്മയ്ക്ക് വേണ്ടി വിഷ്ണു സഹസ്രനാമം ചൊല്ലിയത്രേ. അത് കേട്ടുകൊണ്ട് ആ സുഹൃത ജന്മം ഭഗവാനിൽ ലയിച്ചു. ഗുരുവായൂരപ്പൻ്റെ ഭക്തരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്ന ആദ്യത്തെ പേര് കുറൂരമ്മ എന്നാണ്. പ്രശസ്തി നേടിയ ഒരുപാട് പേരുകൾ ഉണ്ടെങ്കിലും കുറൂരമ്മ എന്ന് കേൾക്കുമ്പോൾ എന്തുകൊണ്ടോ മനസ്സിൽ എന്താ പറയുക, ഓലക്കുടയും ചൂടി ഉണ്ണിക്കണ്ണൻ്റെ കൈയും പിടിച്ച് നടക്കുന്ന രൂപമാണ് മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. പക്ഷേ ഇപ്പോൾ ആചാര്യന്മാർ പറയുന്നു കുറൂരമ്മ ഗുരുവായൂർ വന്നിട്ടുണ്ടാവില്ല അത്രയെന്ന്. അന്നത്തെ കാലം വിധവയായ ഇല്ലത്തെ കുട്ടി കൊണ്ടുവരാൻ ആരുമില്ല, ശരിയായിരിക്കും. പക്ഷേ എൻ്റെ മനസ്സിലെ കുറൂരമ്മ രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിലുണർന്ന് ഭഗവാന് പൂജകൾ ചെയ്ത് നാമം ജപിച്ച് വീട്ടിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കൂടെയുള്ള കുട്ടിയുടെ കൈയും പിടിച്ച് ഓലക്കുടയും ചൂടി ഗുരുവായൂരപ്പനെ തൊഴാൻ വരുന്ന അമ്മയാണ്. എപ്പോഴോ മനസ്സിൽ പതിഞ്ഞ ഒരു ചിത്രമാണിത്. നിത്യവും ഉണ്ണിക്കണ്ണൻ്റെ കൈയും പിടിച്ച് ഉണ്ണിക്കണ്ണനെ തൊഴാൻ വരുന്ന കുറൂരമ്മ. കണ്ണൻ്റെ ഉച്ചപൂജ അലങ്കാരം കണ്ടു തൊഴുതിട്ട് അതെല്ലാം കണ്ണനോട് തന്നെ വിവരിക്കുന്ന കുറൂരമ്മ. ഭഗവാന് നേദിച്ച നെയ്പായസവും പാൽപ്പായസവും ത്രിമധുരവും തൃക്കൈവെണ്ണയും ഒക്കെ ഷീട്ടാക്കി വാങ്ങി സ്വന്തം കൈകൊണ്ട് ആ ഭഗവാനെ തന്നെ കഴിപ്പിച്ച കുറൂരമ്മ. ഗുരുവായൂർ ഉണ്ണിക്കണ്ണൻ്റെ കളഭം വാങ്ങി ആ ഉണ്ണിക്കണ്ണന് തന്നെ ചാർത്തിക്കൊടുത്ത കുറൂരമ്മ. കുറുമ്പ് കാട്ടുന്ന കണ്ണനെ തല്ലാൻ വടിയുമെടുത്ത് പിറകെ പായുന്ന കുറൂരമ്മ.
സന്ധ്യാനാമം ചൊല്ലാൻ മടിച്ചാൽ കണ്ണനെ ശാസിച്ചുകൊണ്ട് കണ്ണൻ്റെ തന്നെ നാമം കണ്ണനെ കൊണ്ട് ചൊല്ലിക്കുന്ന കുറൂരമ്മ. യശോദമ്മയെപ്പോലെ തന്നെ ഉണ്ണിക്കണ്ണനെ താരാട്ട് പാട്ട് പാടി കൂടെ കിടത്തി ഉറക്കിയ കുറൂരമ്മ. ഇങ്ങനെയൊക്കെ സാക്ഷാൽ ഗുരുവായൂരപ്പനെ കൂടെ കൊണ്ടു നടന്ന് സ്നേഹിച്ച് ലാളിച്ച് ഭഗവാന്റെ മാതൃസ്ഥാനം നേടിയ കുറൂരമ്മ. കൃഷ്ണ, ഗുരുവായൂരപ്പ. ഈ പറഞ്ഞ വരികൾ കേട്ട് ഭഗവാന്റെ തിരുമുഖത്തും ഒരു പുഞ്ചിരി തെളിഞ്ഞാൽ ഒരുപാട് അറിവുള്ളവരുടെ കാതിൽ ഈ വരികൾ എത്താതിരിക്കട്ടെ. എല്ലാവരെയും രാധാറാണി അനുഗ്രഹിക്കട്ടെ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.